2:23 പറയുന്നു, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഞാൻ അവളുടെ മക്കളെയും കൊന്നുകളയും. ഇവിടെ മക്കൾ എന്ന് പറയുന്നത് ശരിക്കും ശരീര മക്കളല്ല, ലിറ്ററലി ഉള്ള മക്കളല്ല, ചിൽഡ്രൻസ് അല്ല. അത് അവിടെ സ്പിരിച്വൽ ചിൽഡ്രൻ ആണ്. അഥവാ അവളുടെ ഉപദേശത്തിൽ നിന്ന് ജനിച്ചവരും അവളുടെ ടീച്ചിങ് തുടർന്നവരും അവളുടെ ഇൻഫ്ലുവൻസിലേക്ക് വീണവരും അതുപോലെ അവളുടെ പാപത്തിൽ നടന്നവരുമായിട്ടുള്ള അവളുടെ ആത്മീയ സന്തതികളെ പിശാച് ഒരാളെ കൊണ്ട് മാത്രം നശിക്കില്ല. അവൾ ഉണ്ടാക്കുന്ന പുതിയ തലമുറയെയും പിശാച് നശിപ്പിച്ചു കളയും. അതങ്ങനെയാണ്, പിശാച് അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ആദാമിലും ഹവ്വയിലും തുടങ്ങിയ നാശം ഇന്നും തുടർന്നുകൊണ്ട് സാത്താന്റെ തലയെ യേശു തകർത്തിട്ടും ഇന്നും അവൻ അവിടെ പുതിയ തലമുറയിലേക്ക് അവന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാപം മൾട്ടിപ്ലിക്കേഷൻ ആകാതെ കണ്ട് യേശു അവിടെ തടയും. അതിന്റെ മക്കളെ യേശു അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. പാപത്തിന്റെ മക്കൾ തുറന്നു വരാൻ സമ്മതിക്കില്ല. അവന്റെ മക്കളെ ഞാൻ കൊന്നുകളയും എന്നാണ് യേശു അവിടെ പറയുന്നത്. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന്. ഉൾപ്പൂവുകൾ ദൈവത്തിന്റെ ഒരു കടിഞ്ഞാനുള്ളതും നിങ്ങളുടെ ഹൃദയത്തെ ആരായുന്നവനെന്നും സകല സഭകളും അറിയും. അപ്പൊ ആ ഒരു കടിഞ്ഞാണിടുന്നത് കുതിരയ്ക്കാണ് കടിഞ്ഞാണിടുന്നത്. ഇവിടെ തന്നെ അധികാരമാണ്, ദൈവത്തിന്റെ നിയന്ത്രണമുള്ളവരാണ്. നമ്മുടെ ഹൃദയങ്ങളെ ആരായുന്നവനാണ് ദൈവം. മനുഷ്യർ കാണാത്തതെല്ലാം യേശു കാണുന്നുണ്ട്. നമ്മുടെ ഉൾഭാഗം യേശു അന്വേഷിക്കുന്നുണ്ട്. വെളിയിൽ സ്നേഹമെന്നാണ് തോന്നിച്ചാലും അകത്ത് യെശബേലിന്റെ സ്വഭാവമെങ്കിൽ ഞാൻ കണ്ടെടുക്കുമെന്ന് ദൈവം അവിടെ പറയുകയാണ്. ദൈവത്തിന്റെ പരിശോധനമാണ് അവിടെ നടക്കുന്നത്. തീ പോലെ യേശു അവിടെ പരിശോധിച്ച് എക്സ്റേയിൽ കാണും പോലെ യേശു നമ്മുടെ ഉള്ളങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അധികാരത്തിന്റെ ഒരു പിടുത്തം അവിടെ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. ുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. യേശുവിന്റെ ഹോൾനെസ്സിനെയും അതോറിറ്റിയെയും എല്ലാ സഭകളും തിരിച്ചറിയാം. വർഗമോ കോംപ്രമൈസും ത്വയഥര അഡാപ്റ്റേഷനും യേശു ഇരു സഭകളോടും പറയുന്നു, സഭ എന്നതിന്റെ ഉടമ ഞാൻ തന്നെയാണ്, തെറ്റിനെ ഞാൻ അനുവദിക്കയില്ല. സഭയുടെ ഉടമ ഞാൻ തന്നെയാണ്, തെറ്റിനെ ഞാൻ അനുവദിക്കില്ല. കാരണം എല്ലാ സഭകളും ഇതറിയണം, എല്ലാ വ്യക്തികളും ഞാൻ അറിയണം. സഭ എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറയുന്നത് അത് എന്റെ സ്വന്തമാണ്, യേശുവിന്റെ സ്വന്തമാണ്. അതിനെ ഒരു കളങ്കം വീഴ്ത്താൻ, അതിനെ നശിപ്പിച്ചു കളയാൻ യേശു സമ്മതിക്കില്ല. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം, നല്ലത് ചെയ്യുന്നതിന് പ്രതിഫലം, ചീത്ത ചെയ്യുന്നതിന് പരിഹാരം, യേശുവിന്റെ മൂല്യം തള്ളുന്നവർക്ക് ശാസനം, ഫെയ്ത്ത്ഫുൾ ഉള്ളവർക്ക് അംഗീകാരം, ഇതാണ് ശരിയായ ദൈവന്യായം. ഏതൊരാളും ചെയ്തതിന്റെ അടിസ്ഥാനത്തിന് തക്കവണ്ണം, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. പക്ഷാഭേദമില്ലാതെ കണ്ട് യേശു അവിടെ പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തേധരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എന്നാൽ ഇവിടെ യേശു ഷാർപ്പ് ശാസന പറഞ്ഞിട്ട് ഒരു വലിയ ആശ്വാസത്തിലേക്ക് മാറുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഇവൾ ഇസബേൽ ചെയ്ത തെറ്റുകളെല്ലാം ഗുരുതരമാണ്. പക്ഷെ സഭയിൽ എല്ലാവരും അങ്ങനെ അല്ല. ചിലർ അങ്ങനെ ആയിരുന്നെങ്കിലും സഭയിൽ എല്ലാവരും അങ്ങനെയല്ല. യേശു ഒരിക്കലും എല്ലാവരെയും ഒരേപോലെ വിലയിരുത്തിയില്ല. അവർ ഓരോരുത്തരെയും യേശുവിന്റെ നീതിപ്രകാരം ഓരോരുത്തരെയും ഹൃദയങ്ങളെ കാണുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പം, മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സഭയിലുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാരെ അത്രയും മോശമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ യേശു അങ്ങനെയല്ല കണ്ടത്. ഇവിടെ തെറ്റിപ്പോകാത്ത ആൾക്കാരെയും യേശു കാണുന്നുണ്ട്. ഇസബേലിന്റെ ഈ ഉപദേശം കൈക്കൊള്ളാതെ, ഇസബേലിന്റെ ഉപദേശം സ്വീകരിക്കാത്തവർ, തെറ്റായ പ്രവചനങ്ങളെ അംഗീകരിക്കാത്തവർ, വിഗ്രഹത്തിലേക്ക് പോകാത്തവര്, അതിനെ കോംപ്രമൈസ് ആകാത്തവര് ഒക്കെ ഉള്ള ഹോളിനെസ് കാത്തു സൂക്ഷിച്ച വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇവരെ കുറിച്ച് യേശു പറയുന്നു, നിങ്ങൾ തെറ്റിൽ വീണിട്ടില്ല, വിശുദ്ധിയെ ഞാൻ കണ്ടു എന്ന് യേശു മറ്റുള്ളവരോട് പറയുന്നു. തുയത്തരയിലെ ശേഷം പേരോട്. അപ്പോൾ കുറെ പേര് ആ യേശുവിന്റെ വചനത്തെ വിട്ടുമാറിയിട്ടുള്ള, ആ ബാക്കിയുള്ള ശേഷം പേരുള്ളവര് യേശുവിനെ ഫെയ്ത്ത്ഫുള്ളി ഫോളോ ചെയ്തവരാണ്.
തെറ്റിന്റെ ഇൻഫ്ലുവൻസിൽ അവർ വീഴാത്തവരാണ്. ചുറ്റും പാപം നടന്നിട്ട് അവരെ തെറ്റി വീഴ്ത്തേണ്ടുന്ന പല സാഹചര്യങ്ങൾ വന്നിട്ടും പലതും തകർത്തുകൊണ്ട് അവർ വീഴാതെ പിടിച്ചു നിന്നവരാണ്. അവരെയാണ് പേരെടുത്ത് യേശു വിളിക്കുന്നത്. യേശു പറയുന്നത്, വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, നിങ്ങൾക്ക് ഇതിലും അധികം ഞാൻ ഒന്നും പറയുന്നില്ല, മറ്റൊരു നിയമവും മറ്റു ഉത്തരവാദിത്വവും മറ്റു ശാസ്ത്രയുമില്ല, നിങ്ങൾ നന്നായി നടക്കുന്നുണ്ട്, നന്നായി നിങ്ങൾ അങ്ങനെ നടക്കുക, നിങ്ങളുടെ മേൽ ഞാനൊരു ഭാരം ചുമത്തുന്നില്ല. അപ്പം അവിടെ ക്രമപ്പെടാനുള്ളത് നമ്മൾ ക്രമപ്പെടുക എന്നുള്ളതാണ്. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ യേശുവിന്റെ ഒരു കൽപ്പന അവിടെ ത്രിതല സഭയിലേക്ക് യേശു കൊടുക്കുകയാണ്. 2:25 യേശു വലിയൊരു ശാസനം പറഞ്ഞ ശേഷം വിശ്വാസം നിറഞ്ഞിരിക്കുന്ന വിശ്വാസികളോട് ഇങ്ങനെ പറയുന്നു, കുഞ്ഞെ നീ തെറ്റിലേക്ക് വീണില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് ഇത്രയുമാണ്, ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ആ ഒരു കൽപ്പന നമ്മൾ ഇന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ആ കൽപ്പനയിൽ നമ്മൾ നിലനിൽക്കണം. ഞാൻ വരും വരെ നിങ്ങൾ ഇത് പിടിച്ചുകൊള്ളണം. ഞാൻ വരും, ഇത് രണ്ട് വിധാർത്ഥമുള്ള ഒരു വചനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. സെക്കൻഡ് കമ്മിങ്, യേശു മഹത്വത്തോടും വരും വരെ പിടിച്ചു നിൽക്കണം. യേശു ഇടപെടുന്ന സമയം ഇത് സഭയിൽ ഫാൾസ് ടീച്ചിങ് നിർത്താൻ, ഫെയ്ത്ത്ഫുൾ വിശ്വാസികളെ സംരക്ഷിക്കാൻ, ശാസനം പൂർത്തിയാക്കാൻ അവൻ പറയുന്നത്. അപ്പൊ ഈ ദൈവം ഇടപെടുന്ന സമയം മുഴുവൻ യേശു എപ്പോൾ വന്ന് നമ്മളെ ചേർത്ത് കൊള്ളുന്നുവോ ആ സമയം വരെയും, ഇന്ന സമയമെന്നില്ല, അത് ഇത്ര സമയ കാലാവധിയിൽ വരുമെന്നില്ല, യേശു വരുന്നത് വരെയും നമ്മൾ അതിനെ പിടിച്ചോളുക. എൻ്റെ വരവുറപ്പാണ്, അതുവരെ തളരാതെ ഇരിക്കൂ എന്നുള്ളതാണ് യേശു അവിടെ പറയുന്നത്. യേശുവിൻ്റെ വരവ് മഹത്വപൂർണമായിട്ട് നമ്മളെ വിളിക്കുന്ന കാഹളത്തോടു കൂടിയുള്ള ആ ഒരു വിളിയിൽ നമ്മൾ എടുപ്പിക്കപ്പെടുന്നത് വരെയും നമ്മൾ ഇതിനെ മുറുകെ പിടിക്കണം. ക്രിസ്തുവിൻ്റെ കയ്യിൽ നമ്മളങ്ങ് മധ്യാകാശത്തിൽ എത്തുന്നവരെയും ആ കാഹളം കേൾക്കുന്നവരെയും നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെടുന്നവരെയും നമ്മൾ ഇതിനെ മുറുകെ പിടിച്ചു നിൽക്കാനാണ് യേശു നമുക്ക് ഉപദേശം തരുന്നത്, നമ്മളോട് കൽപ്പിക്കുന്നത്. ഇത് മറ്റാർക്കും വിട്ടുകൊടുക്കരുത്, ഇത് കോംപ്രമൈസ് ചെയ്യരുത്, ഇത് ഫോളോ ചെയ്യരുത്, പാപം നോർമലാക്കരുത്, യേശുവിൻ്റെ നന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള കാര്യമാണ് യേശുവോട് ഓർപ്പിക്കുന്നത്. പലരും ഇതിൻ്റെ ഇടയിൽ വീണു പോകാൻ സാധ്യതയുണ്ട് എന്നും യേശു അവിടെ ഓർപ്പിക്കുന്നു. 2:26 ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇതൊരു സാധാരണ വചനമല്ല, ഇത് രാജ്യത്തിന്റെ അധികാരം വാഗ്ദാനം ചെയ്യുന്ന യേശുവിൻ്റെ സ്വന്തം സ്ഥാനം വിശ്വാസിക്ക് നൽകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു വചനമാണ്. ജയിക്കുകയും, പാപത്തോട് ജയിക്കുക, ഇശബേലിന്റെ ഉപദേശത്തിൽ വീഴാതെ നിൽക്കുക, വിഗ്രഹാരാധനയ്ക്ക് വഴങ്ങാതെ നിൽക്കുക, ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളെ കീഴടക്കുക, ട്രൂത്ത് പിടിച്ചു നിൽക്കുക, വിശ്വാസം വിട്ടുകളയാത്തവരായിരിക്കുക, പ്രയാസങ്ങളിലും കഷ്ടതകളിലും തളരാതെ നിൽക്കുക, ആത്മീയ പോരാട്ടത്തിൽ ജയിക്കുക നിൽക്കുക. ഇങ്ങനെ ജയിക്കുന്നവന് ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനം വരെ അനുഷ്ഠിക്കുക, പാതി വഴിയിൽ നിന്ന് പോവരുത്, അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുക, അന്തിമ ശ്വാസം വരെ, യേശു വരും വരെ, പരീക്ഷണങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞു വരെയെങ്കിലും പുലർച്ചയോളം കാത്തു നിൽക്കുക. ആ കാത്തു നിൽക്കുന്നവരെ വേണ്ടിയിട്ട് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ, യേശുവിൻ്റെ പിതാവ് യേശുവിന് കൊടുത്തതുപോലെ ജാതികളെ ആടുകളെ പോലെ നയിക്കാൻ, രാജാവായി ഭരണമേൽക്കാൻ, രാജ്യം മുഴുവൻ അവന്റെ കാൽ കീഴിലാക്കാൻ, എല്ലാ രാജ്യങ്ങൾക്കും അധികാരം നൽകാൻ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഒന്നാമത്തത്, ഭാവിയിലേക്കുള്ള രാജാധികാരം യേശുവിന്റെ 1000 വർഷത്തിൽ വിശ്വാസികൾ രാജാവിനോടൊപ്പം ഇവിടെ ഭരിക്കും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 2 തിമോത്തി 2:12 പറയുന്നു, ഞങ്ങൾ യേശുവിനോട് കൂടെ വാഴും. വെളിപ്പാട് 20:6 പറയുന്നു, അവർ ക്രിസ്തുവോട് കൂടെ 1000 വർഷം രാജ്യം വാഴും, രാജ്യം ഭരണം ചെയ്യും. 1 കൊരിന്ത്യർ 6:2 ഇങ്ങനെ പറയുന്നു, വിശ്വാസികൾ ലോകത്തെ ന്യായം വിധിക്കും. അപ്പൊ ഭാവിയിലേക്കുള്ള രാജാധികാരത്തെ, രാജ്യത്വം, ആ ഒരു അധികാരത്തെ യേശുവിൽ കാണപ്പെടുന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ജാതികളുടെ മേലുള്ള അധികാരത്തിന്റെ ഒന്നാമത്തെ ഒരു പിരിവായിട്ട് കാണാം. രണ്ടാമത്തത്, ഇപ്പോഴുള്ള ആത്മീക അധികാരം, ഇരുട്ടിന്റെ ആത്മീക ശക്തികളെ കീഴടക്കൽ, സാത്താന്റെ കൂടുകൾ നശിപ്പിക്കുക, പാപത്തിന്റെ മേൽ അധികാരമെടുക്കുക, തെറ്റായ ഉപദേശങ്ങളെ
തകർക്കുന്ന അതോറിറ്റി, ആത്മീയ തീഷ്ണതയും ഉറച്ച മനോഭാവവും. അപ്പൊ അത് ഒരു അധികാരമാണ്. ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളിലുള്ള അധികാരം, വിശ്വാസിയമേലുള്ള അധികാരം. അതൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പോയി അത് നോക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അധികാരം ദൈവം ഇവിടെ തന്നിട്ടുണ്ട്. ജാതികളുടെ മേലധികാരം, ഭൂതങ്ങളുടെ മേലധികാരം, സർവത്തിന്മേലും അധികാരം ദൈവം യേശു തന്നിട്ടുണ്ട്. അതിനി നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഭരണം നടത്താനും ക്രിസ്തുവോടുകൂടി അവിടെ 1000 വർഷം ജാതികളുടെ മേൽ ഭരണം നടത്താനുള്ള അവകാശം കൂടി ദൈവം തരും. 2:27 അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഇരുമ്പുകോൽ കൊണ്ട് രാജാവിന്റെ ആ ഭരണം എടുക്ക്, അധികാരത്തിന്റെ ചിഹ്നം, അതൊക്കെയാണ് ആ ഇരുമ്പ് കോലെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പശുവിന് പിതാവ് തന്ന അധികാരത്തെ, അതേ അധികാരം യേശു വിജയിക്കുന്ന വിശ്വാസികൾക്ക് നൽകുന്നു. അതാണ് ഉണ്ടാകുന്നത്. അപ്പൊ വിശ്വാസികൾക്ക് യേശു ആ അധികാരത്തെ നൽകുന്നു. ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. നിയന്ത്രണം എന്ന അർത്ഥമല്ല, മേൽനോട്ടം, ഭരണാധികാരം നടത്തും. മേയ്ക്കൽ, നയിക്കൽ, ശാസിക്കൽ, കാത്തുസൂക്ഷിക്കൽ, പ്രമാണം വഹിക്കൽ എന്നിങ്ങനെ ഉള്ള രീതിയിൽ. അതാണ് ഈ മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അടിച്ച് ഇതാക്കാന്നല്ലോ, അവരെ ശരിയായ പാതയിലേക്ക്, സുരക്ഷിതമായ സ്ഥലത്തേക്ക് അത് നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ വിശ്വാസികൾ യേശുവിനൊപ്പം രാജ്യത്തെ ഭരിക്കും, അവരെ മേയ്ക്കും, ഭരണം നടത്തും. ഏറ്റവും നീതിയുള്ള, സത്യമുള്ള, ന്യായമുള്ള ഭരണം വിശ്വാസികളും യേശുവിനൊപ്പം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇവിടെ വഹിക്കുമെന്നാണ് പറയുന്നത്. അവർ കുശവന്റെ പാത്രങ്ങളെ പോലെ നുറുങ്ങിപ്പോകും. ഇവിടെയുള്ള അവർ യേശുവിനെ നിരന്തരമായി പ്രതിരോധിക്കുന്ന, കടിഞ്ഞാണില്ലാതെ കണ്ട് അലയുന്ന മനുഷ്യരാണ്. ജാതികളും ശക്തികളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ, യേശുവിനെ എതിര് നിൽക്കുന്ന വ്യക്തികൾ, ക്രിസ്തുവിനെ അറിഞ്ഞു വരാത്ത വ്യക്തികൾ, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ്. അവർ കുശവന്റെ കയ്യിലെ പാത്രങ്ങൾ പോലെ. കുശവൻ എങ്ങനെയാണ്? കുശവൻ കലം മെനഞ്ഞെടുക്കുന്ന സമയത്ത് അത് ചളുക്കവും നൂക്കലും എങ്ങനെയാണോ കുശവന്റെ കൈക്ക് അനുസരിച്ചായിരിക്കും അത് മെനഞ്ഞെടുക്കുന്നത്. എന്നതുപോലെ കുശവന്റെ പാത്രം അത് പലതും ഉടഞ്ഞു നുറുങ്ങിപ്പോവാറുണ്ട്, ഒത്തിരി പാത്രങ്ങളും ഉടയാറുണ്ട്. ഇവിടെ ഇങ്ങനെ യേശുവിനെ എതിർത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇങ്ങനെ നുറുങ്ങിപ്പോകുമെന്നുള്ളതാണ് പറയുന്നത്. യേശുവിന്റെ അധികാരത്തിന് മുന്നിൽ മനുഷ്യ രാജ്യങ്ങൾ ഒന്നും തന്നെ നിൽക്കില്ല. അധർമ്മങ്ങളും അക്രമങ്ങളും സ്വയം ഇഷ്ടത്തിന് ഉള്ള ഭരണം നടത്തുന്ന ഒരു ഭരണവും യേശുവിന്റെ അധികാരത്തിന് മുമ്പിൽ നിലനിൽക്കില്ല. ദൈവത്തെ എതിർക്കുന്ന ശക്തികൾക്ക് ഒരു സ്പർശനം, ഒരു സ്ഫോടനം എന്നുള്ളത് പോലെ, അല്ലെ ആ പാത്രങ്ങൾ എങ്ങനെ, ഒരു സ്ഫടിക പാത്രം നിലത്ത് വീണ് എങ്ങനെ ഉടഞ്ഞ് ചിതറി മാറുമോ അതുപോലെ ദൈവരാജ്യം വന്ന ഭൂമിയിലെ രാജ്യങ്ങളും പൊടി പോലെ ചിതറിപ്പോകും. പിന്നെ അവിടെ ഉള്ളതെല്ലാം യേശുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരിക്കും നടക്കുന്നത്. ഇതില് വിശ്വാസിക്കുള്ള ഒരു വാഗ്ദാനമുണ്ട്. ഈ ഒരു വചനത്തിനകത്ത് വരുന്ന വിശ്വാസികൾ, ഇന്ന് കർത്താവിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരു വാഗ്ദാനമുണ്ട്. യേശു ഭരിക്കുന്നത് പോലെ വിശ്വാസികൾക്കും അവനോടൊപ്പം ഭരിക്കാനുള്ള അധികാരമുണ്ട്. ഇതാണ് വെളിപ്പാട് 20:6 ചേർന്ന് വരുന്ന ഒരു വചനമാണ്. അവർ ക്രിസ്തുവോടുകൂടെ 1000 വർഷം രാജ്യം ചെയ്യും. ഇവിടെ നമ്മൾ ക്രിസ്തു ഇവിടെ ഭരിക്കുന്നതിനോടൊപ്പം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായിട്ടുള്ള നാമും ഇവിടെ ജാതികളെ ഭരണം നടത്തും എന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. 2:28 ഞാൻ അവന് ഉദയം നക്ഷത്രം കൊടുക്കും. മോർണിംഗ് സ്റ്റാർ. ആരാണ് മോർണിംഗ് സ്റ്റാർ? ഉദയ നക്ഷത്രം ആരാണ്? വെളിപ്പാട് 22:16 ഞാൻ തിളങ്ങുന്ന ഉദയനക്ഷത്രമാകുന്നു. ഉദയനക്ഷത്രം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. യേശുവിനെ തന്നെ കൊടുക്കും. യേശു ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്, പൂർണ്ണമായി തന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് അവിടെ ഉദയനക്ഷത്രം കൊടുക്കും. യേശുവിനെ തന്നെ കൊടുക്കുകയാണ്. അവിടെ പിന്നെ വേറെ ഇല്ല. ഇപ്പൊ എന്റെ വിരൽ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, അത് വേറൊന്നല്ല, ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് പോലെ യേശുവിൽ സഭ എന്ന് പറയുന്നത് യേശുവിൽ തന്നെയാണത്. യേശുവിൽ തന്നെയാണ്. അവർ രണ്ടല്ല, യേശുവും സഭയും ഒന്നാകുന്നു. അതാണ് അവിടെ അർത്ഥം വരുന്നത്. യേശുവും സഭയും വിശുദ്ധീകരിക്കപ്പെട്ട് ഇവിടെ മാനസാന്തരപ്പെടാനുള്ളത് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ ജീവിച്ചിരുന്നാലും നമ്മൾ മൺമറഞ്ഞാലും എങ്ങനെയായിരുന്നാലും ക്രിസ്തുവിന്റെ വരവിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവും നമ്മളും രണ്ടല്ല, ഒന്നത്രേ. കാരണം ക്രിസ്തുവിന് വേണ്ടിയിട്ട് വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്ന വധുവാണ് സഭ എന്ന് പറയുന്നത്.
അവിടെ ക്രിസ്തുവും നമ്മളും ഒന്നത്രേ. ആ ഒരു ഐക്യത ഇന്ന് പല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലില്ലാത്ത ഐക്യത ക്രിസ്തു നമുക്ക് കാണിച്ചു തരുമെന്ന്. എങ്ങനെയാണ് ഐക്യതയോട് കൂടി മുന്നേറുന്നതെന്ന് കാണിച്ചു തരും. അപ്പൊ ഉദയ നക്ഷത്രം യേശു ക്രിസ്തു തന്നെയാണ്. ആ യേശു പറയുന്നത്, ഞാൻ നിനക്ക് നന്നായി ഈ പ്രത്യേകിച്ച് അങ്ങ് വലിപ്പമുള്ള വേറെ കാര്യങ്ങൾ നിനക്ക് ഞാൻ ഇന്ന കാര്യങ്ങളെന്ന് മാത്രമല്ല ഞാൻ തരുന്നത്, ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു. എന്നെ തന്നെയാണ് കൊടുക്കുന്നത്. ഈ സ്വർഗത്തിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു റിവാർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. യേശു നമുക്ക് ധാരാളം റിവാർഡുകൾ തരുന്നുണ്ടല്ലോ. ആ റിവാർഡിൽ ഏറ്റവും ഒന്നാമത്തെ റിവാർഡ്, എനിക്കും നിങ്ങൾക്കും യേശു തരുന്ന ഏറ്റവും ഒന്നാമത്തെ റിവാർഡ് എന്ന് പറയുന്നത് ഉദയ നക്ഷത്രത്തെ കൊടുക്കുന്നതാണ്. യേശുവിനെ തന്നെ നമുക്കങ്ങ് തരികയാണ് മക്കളെ. ആലോചിച്ച് നോക്കി, എന്താ ഒരു മധുരം ഒന്ന് ആലോചിച്ച് നോക്ക്. യേശുവിനെ തന്നെ നമ്മുടെ കൈകളിലേക്ക് തരികയാണ്, നമുക്കിങ്ങനെ തരികയാണ്. നമ്മൾ യേശുവിലാണ്. യേശു എന്തുകൊണ്ട് തന്നെ ഉദയനക്ഷത്രം എന്ന് വിളിക്കുന്നു? കാരണം യേശു വെളിച്ചത്തിന്റെ ഉറവിടമാണ്. ആ വെളിച്ചം ഉണ്ടായത് കൊണ്ടാണ് ഇരുട്ട് മാറുന്നത്. യേശുവിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പുതിയ ദിനം ഉദിക്കുന്നത്. യേശു കൂടെ ഉണ്ടെങ്കിൽ ഇനി രാത്രി ഉണ്ടാകില്ല. യേശു നമുക്ക് പ്രത്യാശയുടെ ആകാശം തുറക്കുന്നു, ഒരു പുതു ഉദയം തരുന്നു, പുതിയ തുടക്കം തരുന്നു. നക്ഷത്രം സാന്നിധ്യവും വെളിച്ചവും ഒക്കെ ആയിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഇവിടെ ഉദയ നക്ഷത്രം എന്നുള്ള യേശു ആ ഒരു പേര് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. ആ ഒരു ഉദയ നക്ഷത്രമാണ് വെളിച്ചത്തിന്റെ ഉറവിടമായിട്ട്, ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും, ഞാൻ വെളിച്ചമാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ആ വെളിച്ചം നമ്മളിലേക്ക് തന്നെ അങ്ങ് വരികയാണ്. വരുമ്പോൾ നമ്മളൊക്കെ തിരിച്ച് പ്രതിഫലിക്കാനുള്ളത് യേശുവിനെ പോലെ പ്രതിഫലിക്കേണ്ടുന്ന വ്യക്തികളാണ്. യേശുവിനെ പോലെ ഈ രാജ്യത്ത് നമ്മൾ അതിന്റെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ തികഞ്ഞു വരട്ടെ. അപ്പൊ നമ്മളിൽ ക്രിസ്തു തികഞ്ഞു വരണമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നത്, നമ്മൾ ഭരണം നടത്തുമ്പോൾ ക്രിസ്തുവിന്റെ അതേ ഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. കാരണം നമ്മൾ രാജ്യം ഭരിക്കാനുള്ളവരാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേരുവാനുള്ളവരാണ്. അപ്പൊ നമ്മൾ ക്രിസ്തു നമ്മളെ തികഞ്ഞു വരണം. സ്തോത്രം. അപ്പൊ ആ ഒരു സാന്നിധ്യവും വെളിച്ചവും കർത്താവിന്റെ മഹിമയും നമ്മളോടൊപ്പം ഇരിക്കട്ടെ. ആ ഉദയ നക്ഷത്രം കൊടുക്കുന്നത്, അതിന്റെ ഒരു യഥാർത്ഥ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ, യേശുവിന്റെ സാന്നിധ്യം പൂർണ്ണമായി നിനക്ക് യേശുവിന്റെ ഹൃദയത്തിലും നിത്യതയിലുമായി ഒരു പ്രത്യേക അടുക്കുന്ന ബന്ധം നൽകുന്നു. യേശുവിന്റെ യേശു മഹത്വത്തിലായതുപോലെ യേശുവിന്റെ മഹത്വത്തോട് പങ്കുചേർന്ന നമുക്കും യേശു ഇരിക്കുന്നത് പോലെ ഒരു സ്ഥാനം നമുക്കും ഉണ്ടാകും. നിത്യതയിൽ യേശുവിനുള്ള പ്രത്യേക ഇന്റിമസി, മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേക ആത്മീയ അടുക്കൽ, ഒരു കൂടെ നടക്കൽ, ഒരു റിലേഷൻഷിപ്പ്, ഇതൊക്കെ ആ ഉദയ നക്ഷത്രം കൊടുത്തു കഴിഞ്ഞാൽ കൂടെ ഉണ്ടാകും. ആ നിത്യ ദിവസത്തിൽ ഒരു പ്രത്യേക തിളക്കം, പുനരുത്ഥാന ദേഹത്തിൽ യേശുവിന്റെ മഹത്വത്തിന്റെ ഒരു കിരണം നമ്മളിലും പ്രതിഫലിക്കുമെന്നുള്ളതാണ്. ഇരുട്ടിൽ നിന്നൊരു പുതിയ ഉദയ നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ ഒട്ടും ഇരുട്ടില്ലാതെ യേശുവിന്റെ വെളിച്ചം പകർന്നു വരും. യേശു പറയുന്നു, ഞാനാകും നിനക്കുള്ള എനിക്കുള്ള പുതിയ ഉദയ നക്ഷത്രം. ആ യേശുവിന്റെ ആ ഒരു ഉദയ നക്ഷത്രം നമുക്ക് തരും. ഉദയ നക്ഷത്രം അവന് കൊടുക്കും. 2:29 പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം ഇതെല്ലാം വചനം പറഞ്ഞു വെക്കാണ്. ആത്മാവ് സഭകളോട് പറയുന്നത്, പരിശുദ്ധ ആത്മാവ് ഇത് കാര്യങ്ങളൊക്കെയും ആത്മാവെന്ന് യോഹന്നാൻ ഇതൊക്കെയും വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് എന്നോടും ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്ന സഭകളോടും ഓരോരോ വ്യക്തികളോടും യേശു വിളിച്ചു പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ഹൃദയത്തിന്റെ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹൃദയം തുറന്ന് കേൾക്കട്ടെ, ഹൃദയം തുറന്ന് അറിയട്ടെ, യേശുവിനെ അറിയട്ടെ. കാരണം ഇതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നത് എല്ലാം യേശു തരാൻ ബാധ്യസ്ഥനാണ്. യേശു തരും. വാക്കുമാറാത്തവനാണ് യേശു. യേശു പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ്. യേശുവിൽ സത്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നമ്മളിൽ നിവൃത്തിയാകും. അതിന് വേണ്ടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതുവരെ എന്തൊക്കെയാണോ യേശുവിനോട് ചേരുവാൻ തടസ്സപ്പെട്ടിരിക്കുന്നത്, നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ടോ, നമ്മളാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥകളുണ്ടോ, ദൈവം പറയാത്ത കാര്യങ്ങളെയാണ് നമ്മൾ നമ്മുടെ
ഉയർച്ചയ്ക്കും നമ്മുടെ ഹിതത്തിനും അനുസരിച്ച് നമ്മളുടെ നമ്മളുടെ മുഖം ഏറ്റവും പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തികളിൽ നിന്നൊരു മാറ്റം വരട്ടെ. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ പ്രവചിക്കുകയും ക്രിസ്തു വഴി നടത്തുന്നത് പോലെ ക്രിസ്തുവിന്റെ വചനത്തിനുള്ളിലും ജീവിക്കുന്നവരാകുവിൻ. മാനസാന്തരം വരുവിൻ. ഇങ്ങനെ മാനസാന്തരം വന്ന് ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു നമുക്കൊപ്പം നമുക്ക് ഉദയ നക്ഷത്രം തന്നെ തന്ന് നമുക്കൊപ്പം ജീവിക്കുന്ന ഒരു യേശുവുണ്ട്. ആ ഒരു യേശുവാണ് നമ്മളിൽ തികഞ്ഞു വരേണ്ടുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിക്കോ. ഒരു സ്റ്റേജിൽ നമ്മളൊരു ഒരു കാര്യം അഭിനയിച്ച് ഫലിപ്പിക്കണമെങ്കിൽ, ഒരു പാട്ട് നല്ലപോലെ പാടണമെങ്കിൽ നമ്മൾ അതിനു മുമ്പ് പ്രാക്ടീസ് എടുക്കും. അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും. എന്തിനാണ്? ഒരു തെറ്റ് വരാതെ, ഒരു കുറ്റം വരാതെ കണ്ട് നിൽക്കാൻ. ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിലായിരിക്കുമ്പോ നീ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്, ഞാൻ ഒരു കാര്യത്തിന് പരിഹാരം എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഞാൻ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ദരിദ്രരോട് നിന്നത്, ഞാൻ എങ്ങനെയാണ് അടിമത്തത്തിൽ കിടന്നവരെ മോചിപ്പിച്ചെടുത്തത്, ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അതാത് രീതിയിൽ ചെയ്തെടുത്തത്. നിങ്ങൾ എന്നെ കണ്ടുപഠിക്കൂ. ഞാനല്ലേ നിങ്ങളുടെ റോൾ മോഡൽ. യേശു പറയുകയാണ്, ആ റോൾ മോഡൽ എങ്ങനെയാണോ അതേപോലെ ആകണം. നമ്മള് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയാൽ അറിയാം, പല ആർട്ടിസ്റ്റുകളെ അനുകരിക്കുന്ന, അവരെ റോൾ മോഡൽ ആക്കുന്ന, അവരുടെ മാനറിസം എടുക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ മക്കൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്തുവിന്റെ മാനറിസം ഉള്ളവരായിരിക്കണം. ക്രിസ്തുവായിരിക്കണം അവരുടെ റോൾ മോഡൽ. എന്തായിരുന്നാലും സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ 2-ാമത്തെ അധ്യായം 29 വാക്യത്തോടു കൂടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കത് ഒരുപാട് ഉപകാരം ഉണ്ടാകട്ടെ. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവം എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അതിനെക്കോണമുള്ള ഒരു അറിവോ കാര്യങ്ങളോ പാണ്ഡിത്യമോ അങ്ങനെ ഒന്നുമില്ല. എന്തോ ദൈവം വെളിപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങൾ, കുറച്ച് വായിക്കുന്നു, കുറച്ച് പഠിക്കുന്നു, കുറച്ച് മനസ്സിലാക്കുന്നു, അത് വചനവുമായിട്ട് വെച്ച് നോക്കുന്നു, അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഒരു ഒത്തു നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം സർവേശ്വരന്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ ദൈവം അത് നന്മയ്ക്കായിട്ട് ഒരു തെറ്റുപോലും ഇല്ലാതെ കണ്ട് കർത്താവ് അതിനെ ശുദ്ധീകരിച്ച് നല്ല രീതിയിലാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും സർവേശ്വരന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് മാനസാന്തരമുണ്ടായി, എനിക്ക് മാനസാന്തരമുണ്ടായി. കർത്താവോട് ചേർന്ന് നിൽപ്പാൻ ദൈവം ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.